ശ്രീ ഫക്രുദ്ദീൻ, ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ മാറി മറിഞ്ഞു വരുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയോടുള്ള വെല്ലുവിളി തന്നെയായിരിക്കും അത്. പക്ഷേ എങ്ങും എത്തില്ല എന്നുള്ളത് വേറൊരു കാര്യം. അപ്പൊ ഇപ്പോഴത്തെ രീതിയിൽ വെച്ചുകൊണ്ട് എങ്ങനെ വിലയിരുത്താൻ കഴിയും ഇതിനെ? മാറൊന്നും പറയുന്നൊന്നുമില്ല. വളരെ എന്താ പറയുക, സ്റ്റാറ്റിക് ആയി നിൽക്കല്ലേ അവിടെ. അതായത് അവിടെയുള്ള ഇപ്പോഴത്തെ ഭരണകൂടം ഇന്ത്യക്കെതിരാണ്. ഇപ്പോഴത്തെ ഭരണകൂടത്തിൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഇന്ത്യനെ ഡീസ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതാണ്, ഹിന്ദുക്കളെ ഉപദ്രവിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അവിടെയുള്ള ഹിന്ദുക്കളെ ഒന്നെങ്കിൽ കൺവേർട്ട് ചെയ്യുക, അതല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ അവരെ ഒരു ക്യാപ്റ്റീവായിട്ട് വെച്ചുകൊണ്ടിട്ട് ബലപേശം. ഇത്രയാണ് അവരുടെ ഉദ്ദേശം. പക്ഷെ അവരങ്ങനെ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന വേറൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ അവർ പല കാര്യങ്ങളും ഇന്ത്യയായിട്ട് വളരെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. രണ്ട്, അമേരിക്കയിൽ ഇന്ന് വന്നിട്ടുള്ള ഭരണകൂടം എന്ന് വെച്ചാൽ വരാമ്പം ട്രംപ് ചാർജ് എടുക്കുന്നതോട് കൂടിയിട്ട് അതൊക്കെ ഒന്ന് പ്രോ ഇന്ത്യനാകാൻ പോവുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അവിടെ ട്രംപല്ല വേറൊരാളാണ് പ്രസിഡൻ്റായി വന്നിരുന്നെങ്കിൽ ആൻറ്റി ഇന്ത്യൻ നിലപാടായിട്ട് അവർ ശക്തമായി മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ ഇപ്പം വേറൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ സെലൻസ്കി പറ്റിയ പോലുള്ള അബദ്ധം യൂനിയസിനും പറ്റും. കാരണം കണ്ണും അടച്ച് അല്ലെങ്കിൽ അമേരിക്ക കണ്ണും അടച്ചെന്നില്ല. അവിടെ ആവശ്യമായി അവർക്കവിടെ കുക്കി രാജ്യം ഉണ്ടാക്കണം, അമേരിക്കൻ രാജ്യം ഉണ്ടാക്കണം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഈ ബംഗ്ലാദേശിനോടോ മുസ്ലിങ്ങളോട് എന്ത് സ്നേഹം അമേരിക്കയ്ക്കുള്ളൂ? ഒരു സ്നേഹമില്ല. മുസ്ലിങ്ങളെ കുറച്ചുകൂടി സ്നേഹം ബ്രിട്ടൻ ഉണ്ടെന്ന് ഞാൻ പറയും. അമേരിക്കക്കാർക്ക് ഒരു സ്നേഹമില്ല. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്നത് പോലെ ഇന്ത്യക്കൊരു ശല്യം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അപ്പം ഇന്ത്യക്കൊരു ശല്യം ഉണ്ടാക്കും. ആ മേഖലയിൽ ഇപ്പം ഇപ്പം എന്താണ് ഈ പ്രശ്നങ്ങൾ ഇത്രയും ശക്തിപ്പെടാൻ കാര്യം? മോഡി ഗവൺമെൻറ് വന്നതോടുകൂടി നോർത്ത് ഈസ്റ്റിന് ഭയങ്കരമായ കോൺസെൻട്രേഷൻ കൊടുത്തു. അവിടെ ആണെങ്കിൽ മറ്റേ പ്രാന്തൻ മുഖ്യമന്ത്രി ഹേമന്ത് വിശ്വ ശർമ്മ, അയാൾ മോഡിനെ കണ്ട വലിയ മോഡിയാണുള്ള ശ്രമത്തിലാണ്. കാരണം അയാൾ RSS കാരനല്ല, അതാണ് കാര്യം. ഹേമന്ത് വിശ്വ ശർമ്മേൻ്റെയും നമ്മുടെ യോഗിയുടെയും പ്രശ്നം ഇവരാണ് അടുത്ത രണ്ട് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥികൾ. ഇവർ രണ്ടുപേരും RSS കാരല്ല. ഒരാൾ വേറൊരു ഹിന്ദു ഗ്രൂപ്പിൻ്റെ ആളായിരുന്നു, ASFI എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. ആര്? ഇത് യോഗി. പിന്നെ ഇങ്ങേരാണെങ്കിൽ കോൺഗ്രസ്, അവിടുത്തെ തരുൺ ഗൊഗോയിയായിട്ട് ഉള്ള ഗ്രൂപ്പ് വഴിക്ക് രാഹുൽ ഗാന്ധി അപമാനിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയതാണ്, RSS പോയതാണ്. രാഹുൽ ഗാന്ധിയുടെ ഉപദേശം കേട്ടാണ് RSS പോയതെന്നും പറയുന്ന ആളുകളുണ്ട്. കാരണം തരുൺ ഗൊഗോയിനോട് രാഹുൽ ഗാന്ധി പറയുന്നത് അയാളോട് പോയി BJP ചേരാൻ പറ എന്ന് പറയുന്നത് ഇയാൾ ഓവർ ഹിയർ ചെയ്തു. ആ പ്രതികാര ബുദ്ധിയോട് കൂടിയിട്ട് അവിടെ പോയിട്ട് BJP ചേരുകയും അവിടെ BJP അധികാരത്തിൽ കൊണ്ടുവരികയും മറ്റ് പ്രദേശങ്ങളിൽ ആ ഏരിയയിൽ BJP അധികാരത്തിൽ കൊണ്ടുവരാൻ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുകയും കിങ് മേക്കറാക്കുകയും ഒരു BJP നേതാവ് പറയുന്നതിനെക്കാട്ടും കൂടുതൽ മുസ്ലിം വിരോധം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയാണ്. അത് അയാൾ സക്സസ്ഫുൾ. ബൈ ഇലക്ഷനിലൊക്കെ അയാൾ നല്ല മിന്നുന്ന പഠനമാണ് കാഴ്ചവെച്ചത്. ഇപ്പോൾ യോഗിക്ക് അയാൾ ഒരു ഭീഷണിയാവുമെന്നാണ് ഈ സോക്കോൾഡ് ഇന്ത്യയിലെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് മീഡിയ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് RSSനെ പറ്റി വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് ഈ പറയുന്നതെന്ന് ഞാൻ പറയും. ഇത് ഈ സിറ്റിയിലുള്ള കുറേ പയ്യന്മാരാണ് ഈ പറയുന്ന പുതിയ ജേർണലിസ്റ്റുകളെന്ന് പറയാം. അവർക്ക് പൊളിറ്റിക്സ് അറിയണമെങ്കിൽ ഇൻഡെപ്തായിട്ട് അറിയണം. RSSനെ അറിയണം, അതിൻ്റെ സിസ്റ്റം അറിയണം. അല്ലാണ്ട് ശാഖയെ പോയതുകൊണ്ട് RSSനെ അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. RSSനെ പറ്റി പഠിക്കണമെങ്കിൽ വിശാലമായിട്ട് ആ സിസ്റ്റം മൊത്തം മനസ്സിലാക്കാം, കോംപ്രിഹെൻഡായിട്ട് മനസ്സിലാക്കാൻ പറ്റണം. ഈ പുതിയ ജേർണലിസ്റ്റ് പയ്യന്മാർ പലരും ഊട്ടിയിലെ സ്കൂളും മറ്റും പഠിച്ച പയ്യന്മാരാണ്. അവർക്ക് RSS ഫാസിനേഷൻ, പട്ടി ഫാസിനേഷൻ എന്ന് പറയുന്ന പോലെയാണ്. അല്ലെങ്കിൽ സിംഹം ഒരു ഫാസിനേഷനാണ്. അതുപോലെ കോൺഗ്രസ് ഫാസിനേഷനാണ്, RSS ഫാസിനേഷൻ. ഇവർക്കൊന്നും ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ യാന്ത്രികമായ മനസ്സിലാക്കലേ ഉള്ളൂ, ഒരു ജൈവികമായിട്ടുള്ള മനസ്സിലാക്കലില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മൾ പറയുകയാണ് ഒരു പുതിയ പട്ടി, ഒരു നാടൻ പട്ടീനെ കണ്ട ഈ പയ്യന്മാർ പിള്ളേർ പറയുന്നു ഷോ പട്ടി നാടൻ പട്ടി എന്ന്. അതുപോലെ അവർ പറയും ഒരു രാഷ്ട്രീയ പാർട്ടി. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞ ഈ രാഷ്ട്രീയ പാർട്ടികളെ അപമാനിക്കാൻ വേണ്ടി പറയുന്നല്ലേ, കാര്യം മനസ്സിലാക്കി തരാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ ആ സങ്കടം പരിഷത്ത് എന്ന് പറയും. ഇവർക്ക് അറിയില്ലല്ലോ ഈ സാധനം എങ്ങനെ ഉണ്ടായി, ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇതിൻ്റെ പവർ ഗ്രൂപ്പുകൾ ഏതാണ്. പിന്നെ ആരെങ്കിലും മുതിർന്ന ആളുകൾ പറഞ്ഞിടും ഇങ്ങനെ. അപ്പോൾ കേരളത്തിൽ വന്നിട്ട് പറയാണ് ഒരു പർട്ടിക്കുലർ നേതാവിൻ്റെ പേര് അറിയാണ്, ഇദ്ദേഹം. ഞാൻ പറയാത്ത പിന്നെ ഈ പറയുന്നതിൻ്റെ അതിരി നമ്മളാളുകൾ കുറച്ചുകൂടി ഈ പറഞ്ഞ വികാരങ്ങൾ ഇളകുന്ന കൂട്ടത്തില്ല. അദ്ദേഹം ഒരു സിംഹമാണ്, ആ സിംഹത്തെ പോയി കാണാം. നിങ്ങൾ കണ്ടില്ലേ ഇവിടുത്തെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെ ഇൻ്റർവ്യൂ ചെയ്യാൻ വരുന്ന ഡൽഹി ജേർണലിസ്റ്റുകളുടെ അവസ്ഥ? പിണറായിൻ്റെ മുന്നിലും സുരേന്ദ്രൻ്റെ മുന്നിലൊക്കെ ചൂളിയിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? അതാണ് സംഭവം. അപ്പം പിണറായി സുരേന്ദ്രനൊക്കെ ഇവിടുത്തെ സിംഹങ്ങളാണ് എന്ന് അവർ പറഞ്ഞു വിട്ടു. അപ്പോൾ സിംഹങ്ങളുടെ മുന്നിൽ ചൂളിയിരിക്കും. ഇനി അവിടെ ഇവിടെ പാവപ്പെട്ട നേതാക്കന്മാരുണ്ടല്ലോ കേരള കോൺഗ്രസിനെയൊക്കെ, അവരിവിടുത്തെ പൂച്ചകളാണ്, അവരെ മുന്നിൽ പോയി മസിൽ വരും. അതാണ് അവന്മാരുടെ രീതി. മനസ്സിലായില്ലേ? അപ്പം ഈ പറഞ്ഞതുപോലെ ബംഗ്ലാദേശിൻ്റെ ഈ പ്രശ്നത്തിൽ
അവിടെയുള്ള അവരുടെ ഒരു പൊളിറ്റിക്സ് എന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ ഇന്ത്യനെ ഡീസ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ള അമേരിക്കൻ പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത് ഹേമന്ത് വിശ്വ ശർമ്മേൻ്റെ പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇത്രയും പറഞ്ഞു പോയത്. അപ്പം മുമ്പ് കോൺഗ്രസ് ആ ഏരിയയിൽ വലിയ രീതിയിൽ ഇടപെടാതിരിക്കുക, അങ്ങനെ ഇവന്മാരെ പിണക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പിണക്കി കഴിഞ്ഞാൽ അമേരിക്ക പണി കൊടുക്കും. അമേരിക്ക പണി കൊടുക്കും എന്നുള്ളത് കൊണ്ടാണ് പിണക്കണ്ട എന്ന് വിചാരിച്ചത്. അവരെന്തെങ്കിലും കൺവേർഷൻ എന്തെങ്കിലും നടത്തിക്കോട്ടെ എന്ന് വിചാരിച്ചത്. മോഡി വളരെ കൃത്യമായിട്ട്, മോഡിയല്ല ഇൻ ദ സെൻസ് BJP അതിലിപ്പം കൃത്യമായി ഇടപെടുന്നുണ്ട്. അപ്പോൾ അതിലങ്ങനെ ഇടപെടുന്ന സമയത്ത് അത് അവരെ അസ്വസ്ഥമാക്കുന്നു. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് അവിടെ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള എല്ലാ ഘടകങ്ങൾക്കെതിരെ അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തകർത്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ സ്ട്രോങ് ഫില്ലറായിരുന്നു ഹസീന, അവരവിടെ നിന്ന് ഓടിച്ചു വിട്ടു. അപ്പം പക്ഷേ അവിടെയാണ് ട്രംപ് എന്നുള്ളൊരു അനുഗ്രഹം നമുക്ക് വന്നിരിക്കുന്നത്. ട്രംപ് ഈ കാര്യത്തിൽ അങ്ങനെ ഒരു പരിധി കൂടെ ഇന്ത്യയെ തള്ളിക്കളയാൻ തോന്നുന്നില്ല. ഭ്രാന്തന്മാരെ കൊണ്ട് ചില നമ്മളുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ ബന്ധം അയാൾക്ക് വേറെ ഒരു തരത്തിലുള്ള, അല്ല ഇന്ത്യയുമായിട്ടുണ്ടാകുന്ന ഈ താരിഫൊക്കെ കുറച്ച് കൊണ്ടുവരിക. അപ്പോൾ ഇന്ത്യ താരിഫ് കുറച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ പ്രൊഡക്ട്സ് ഹാർലി ഡേവിസണൊക്കെ ചുരുങ്ങിയ വിലയ്ക്ക് ഇവിടെ വിൽക്കാൻ പറ്റും. അവിടെ ആൽമണ്ടൊക്കെ ചുരുങ്ങിയ വിലയ്ക്ക് ഇവിടെ നമുക്ക് കിട്ടും. അപ്പോൾ അവർ മൾട്ടിനാഷണൽ കമ്പനികളും അതെ. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ വലിയൊരു മാർക്കറ്റാണ്. ആ മാർക്കറ്റിൽ നിന്നിട്ട് ബെനിഫിറ്റ് അമേരിക്കക്കാരന് ഗുണം ചെയ്യും. അങ്ങനെയാണ് അയാൾ ഇന്ത്യക്ക്. അയാളെ ഏറ്റവും വലിയ ആവശ്യം ഹാർലി ഡേവിസൺ ബൈക്ക് വലിയ തീരുവല്ലാതെ ഇവിടെ വെക്കാൻ പറ്റണം. നല്ല ഒരു കച്ചവടക്കാരനാണ്, നല്ല കച്ചവടക്കാരാണ്, ഈസ് ബേസിക്കലി കച്ചവടക്കാർ. അപ്പോൾ അതാണ് അങ്ങേരുടെ ഒരു ഇൻട്രസ്റ്റ്. അപ്പോൾ അങ്ങനെ ഇതാണ്, അല്ലാതെ ഇപ്പോൾ അമേരിക്കേൻ്റെ ഒരു പുതിയ രാജ്യം അവിടെ ഉണ്ടാക്കുക എന്നുള്ളത് അയാളുടെ താല്പര്യമല്ലേ. അവരത് പണ്ടായാലും വലിയ താല്പര്യം. ആവശ്യത്തിൽ കൂടുതൽ ഇപ്പോൾ ഗ്ലോബൽ സുപ്പീരിയോറിറ്റി നിലനിർത്താനുള്ള സാധനങ്ങൾ അമേരിക്കയുടെ കയ്യിൽ. ഇനി പുതിയ രാജ്യം കൂടി അവിടെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പുതിയ രാജ്യം ഉണ്ടാക്കിയത് ഇന്ത്യനെയൊക്കെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെ രാജ്യം വന്നാൽ അതിങ്ങനെ പതുക്കെ ഈ ഒരു ഇവാഞ്ചലിക്കൽ ബെൽറ്റ് ഇങ്ങനെ നോർത്ത് ഈസ്റ്റിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ വന്നിട്ട് ഒറീസ വഴി ഇങ്ങനെ തമിഴ്നാട് ഇങ്ങനെ മൊത്തം ഇന്ത്യയിലുണ്ട്. ഇവർ ഏത് സമയം ഉള്ളിൽ നിന്ന് പൊട്ടിത്തെറിക്കാൻ പറ്റുന്ന ഒരു വിത്തായിട്ടാണ് അമേരിക്ക നിലനിർത്തിയിരിക്കുന്നത്. അമേരിക്കയാണല്ലോ ഫണ്ട് ചെയ്യുന്നത്, അമേരിക്കയാണല്ലോ ഇവരെ ഫണ്ട് ചെയ്യുന്നത്. അപ്പം ഇത് മൊത്തം ഇന്ത്യയെ ഡീസ്റ്റെബിലൈസ് ചെയ്ത് ആഫ്രിക്ക പോലെ പരസ്പരം അടിക്കുന്ന ഒരു രാജ്യമായി മാറി, അത് ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയായി മാറുകയും ചെയ്യുകയാണ്. ഇന്ത്യ ന്യൂക്ലിയർ പവർ കൂടിയാണ്. എല്ലാവരും കളിക്കുന്ന പോലെ ഇന്ത്യയോട് കളിക്കാൻ പറ്റില്ല. മാത്രമല്ല ഇന്ത്യ എന്ന് പറഞ്ഞാൽ എത്തിക്കലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള രാജ്യമാണ്. ഈ ഒരു കാര്യമായിട്ട് ആയുധങ്ങളൊന്നും എടുക്കാതെ ബ്രിട്ടീഷുകാർ അവിടെ 50 വർഷം കൊണ്ട് ഓടിച്ച ടീമാണ് നമ്മുടെ ആളുകൾ. 50 വർഷം അതാണ് നിരന്തര സമരമായിരുന്നു. 40 വർഷമെങ്കിലും നിരന്തര സമരത്തിലൂടെ ആയുധമെടുക്കാതെ ഓടിച്ച ടീമാണ്. അപ്പം ഈ ഒരു പവർ, ഇന്ത്യക്കാരനൊരു ആത്മീയതയുടെ പവർ കൂടുതലാണ്. അതിനെ ജയിക്കാൻ കുറച്ച് പാടുമാണ്. അപ്പം മുസ്ലിംസിനെ പോലെ ഏതെങ്കിലും ഒരു ഗ്രന്ഥം വായിച്ചിട്ട് അതിലുള്ള അന്ധമായ വിശ്വാസമല്ല ഈ ഹിന്ദുസിനെ സംബന്ധിച്ചിടത്തോളം. അവർ ഇതിൽ നിന്നെല്ലാം കിട്ടുന്ന, ഈ പ്രകൃതിയിൽ നിന്നെല്ലാം കിട്ടുന്ന ഒരു ആത്മീയമായ സോഴ്സ്. അതിൽ ഫ്ലെക്സിബിളുമാണ്. അപ്പം നമ്മളെ പോലെ അല്ല. നമുക്കൊരു പരിധി കൂടുതൽ ഫ്ലെക്സിബിൾ ആകാൻ പറ്റില്ല. ഹിന്ദു സംഭവം ഫ്ലെക്സിബിളാണ്. നിങ്ങൾ ശിവനെ പറ്റിയില്ല വിഷ്ണുവിനെ എടുക്കാം, വിഷ്ണുവിനെ പറ്റിയിട്ടില്ലെങ്കിൽ ശ്രീകൃഷ്ണൻ എടുക്കാം, ഇതിന് വേറെ ഒരുപാട് ശ്രീകൃഷ്ണൻ എടുക്കാം, ശ്രീകൃഷ്ണനെ പറ്റിയില്ല പരശുരാമൻ എടുക്കാം. ഒരുപാട് ഓപ്ഷൻസ് ഉള്ളൊരു സാധനമാണ്. അപ്പോൾ ഇത് നൽകുന്ന ഒരു പവറുണ്ട് ഇന്ത്യക്കാർ. ഈ ദാരിദ്ര്യത്തിന് കഷ്ടപ്പാടിൻ്റെ ഒക്കെ ഇന്ത്യക്കാരെ പിടിച്ചു നിൽക്കുന്ന ഈ ആത്മീയമായ പവറുണ്ട്. അതുകൊണ്ട് അത്ര എളുപ്പമല്ല ഇന്ത്യനെ തകർക്കാൻ. ഇനി വൺസ് ഇന്ത്യ തകർക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ പുട്ടിനെക്കാട്ട് അപകടകാരിയാവുമെന്ന് അവർക്കറിയാം. അപ്പം അതുകൊണ്ട് അതാണ് ഇപ്പോഴത്തെ അവിടുത്തെ കൺഫ്യൂഷൻ. അല്ലെങ്കിൽ അവിടെയുള്ള ഹിന്ദുക്കളൊക്കെ പറയാനപ്പം കൊല ചെയ്യപ്പെടുകയായിരുന്നു. ഇപ്പം ട്രംപ് ജയിച്ചത്, ഞാൻ സത്യത്തിൽ കമല ജയിക്കണമെന്ന് ആഗ്രഹിച്ചോളാം. ഇന്ത്യൻ വംശജയായിരുന്നു, ഇന്ത്യൻ വംശജ. പക്ഷേ കമലയെക്കാട്ട് കൂടുതൽ ഇന്ത്യക്ക് ഗുണം ചെയ്യുക ട്രംപാണ്. ഗുണം ചെയ്യുക ഈ അർത്ഥത്തിൽ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ താരിഫ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പ്രോബ്ലം ഉണ്ട്. പക്ഷേ പൊളിറ്റിക്കലി നമുക്ക് ഗുണം ചെയ്യും, ഇൻ്റർനാഷണലി നമുക്ക് ഗുണം ചെയ്യും. അപ്പം ഇപ്പോൾ എനിക്കത് ഏതാണ്ട് പന്ത് ഇന്ത്യയുടെ കോർട്ടിലാണെന്ന് തോന്നുന്നത്. ഇന്ത്യയുടെ കോർട്ടിലാണ് സോഫ പന്തിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അത് കൺസോൾട്ടേറ്റ് ചെയ്യാൻ പറ്റണം. പിന്നെ നമ്മളെ ഭാഗത്തുനിന്ന് നമ്മളെ എക്സ്പോസ് ചെയ്യപ്പെടുന്ന ഒരു മൂവ് ഉണ്ടാകാൻ പാടില്ല. അതായത് നമ്മളവിടെ നേരിട്ട് ഇടപെടുന്നത് UN അവർക്ക് തെളിവ് സഹിതം കൊണ്ടുവരാൻ പറ്റിയാൽ നമുക്ക് ഭയങ്കര തിരിച്ചടിയപ്പെടും. നമ്മൾ പാകിസ്ഥാനോട് ഇക്വേറ്റ് ചെയ്യപ്പെടും. പാകിസ്ഥാനെ നമ്മൾ തെളിവ് സഹിതമാണ് UN അവതരിപ്പിച്ചത്. അതുകൊണ്ട് പാകിസ്ഥാനെ ഭീകര രാജ്യം എന്നുള്ള ഒരു പട്ടം ഒഫീഷ്യലും അൺഒഫീഷ്യലും ആയിട്ടുണ്ട്. നമുക്കതില്ല. നമ്മളൊരു ഒരു 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 ലോകരാജ്യങ്ങൾ നമ്മളെ കാണുന്നത് അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങൾ, ഇസ്രായേൽ, ഇതിനോടൊപ്പം ജനാധിപത്യം പുഷ്പിച്ച് നിൽക്കുന്ന ഒരു രാജ്യം എന്ന രീതിയില്ല. പക്ഷേ ഇങ്ങനെ ബംഗ്ലാദേശ് നമ്മൾ ഇങ്ങനെ നേരിട്ട് ഇടപെടുന്ന ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം. അതുകൊണ്ട് സൂക്ഷിച്ചേ നമ്മൾ അവിടെ ഇടപെടുള്ളൂ. ഇപ്പം ദൈവാനുഗ്രഹം കൊണ്ട് സാഹചര്യം നമുക്ക് അനുകൂലമാണ്. ഇപ്പോൾ എന്ന് വെച്ചാൽ ഹസീനയുടെ പുറത്ത് അതിന് ശേഷം ഇപ്പോഴാണ് സാഹചര്യം നമുക്ക് അനുകൂലമായിട്ട് വന്നത്. അതുകൊണ്ടാണ് യൂനിസൊക്കെ ഇടക്കിടക്ക് ഇങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യനൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.